ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്താലോ? അപ്പൊ എക്സാം ഒക്കെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. എന്റെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു അഡീഷൻ ആയിട്ട് ദാ മിസ് കുറച്ച് A+ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാരും ആർ യു റെഡി? നിങ്ങൾ റെഡി ആണെങ്കിൽ ദാ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണല്ലേ, ചേരുംപടി ചേർക്കാനാണ്. അപ്പൊ കുറച്ച് സയന്റിസ്റ്റുകളെ തന്നിട്ടുണ്ട്, അവരുടെ ഡിസ്കവറി തന്നിട്ടുണ്ട്, അതിന്റെ കുറച്ച് പ്രോപ്പർട്ടി സവിശേഷത തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജെയിംസ് ചാഡ്വിക് എന്തിനാ കണ്ടുപിടിച്ചത്? ചാഡ്വിക് കണ്ടുപിടിച്ചത് നമുക്കറിയാം ആരെയാണ്? ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോണുകളെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ചാഡ്വിക് ആരെയാണ്? ആ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചു. ന്യൂട്രോണിനാണെങ്കിൽ ചാർജ് ഇല്ല. ഇനി റദർഫോർഡ് എന്താ ചെയ്തത്? റദർഫോർഡ് പ്രോട്ടോണുകളെ കണ്ടുപിടിച്ചു അല്ലെ. പ്രോട്ടോണിന് എന്ത് ചാർജാ? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. ഇനി നമ്മുടെ നീൽ ബോർ എന്താ ചെയ്തത്? നീൽ ബോർ പറഞ്ഞു ഇലക്ട്രോൺസ് ഇരിക്കുന്നത് സർക്കുലാർ ആയിട്ടുള്ള അല്ലെ വൃത്താകൃതിയിലുള്ള പാതകൾ ഷെൽ അഥവാ ഓർബിറ്റുകളിലാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മുടെ ബോറ് ഷെല്ലിനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി അതിൽ ചേരുന്ന എന്താണ് ഇവിടെ ഉള്ളത്? 2n² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഈ 2n² നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? 2n² നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓരോ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോൺസ് കയറും എന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ. ഓരോ നമുക്കറിയാം KLMN എന്നൊക്കെ നമ്മൾ ഷെല്ലുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഷെല്ലുകളിലും എത്ര ഇലക്ട്രോൺസിനെ പരമാവധി ഇരുത്താം, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതിൽ സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഷെല്ലിന്റെ എണ്ണമാണ്. അപ്പോൾ ബോർ ഷെല്ല് കണ്ടുപിടിച്ചു, 2n² ആണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഇനി ലാസ്റ്റ്ലി നമ്മുടെ ജെ തോംസൺ, നമ്മുടെ തോംസൺ ചേട്ടൻ എന്താ ചെയ്തേ? ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചു, അതിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ഉണ്ട് അല്ലേ, പല പല ഡിസ്കവറീസ് ഒക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ടേബിൾ. 4 മാർക്കിനാണ് ഇത് പ്രീവിയസ് ഇയറിൽ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. According to Mendeleev's periodic law, what is the basis of properties of elements? അപ്പം മെൻഡലീവ് പറഞ്ഞതനുസരിച്ച് മൂലകങ്ങളുടെ സ്വഭാവം ആരെയാണ് ആശ്രയിച്ചിരുന്നത്? അറ്റോമിക് മാസിനെ അല്ലേ. അദ്ദേഹം പറഞ്ഞതെന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് അല്ലേ. ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും അറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ്, ആവർത്തന ഫലമാണ് എന്നാണ് നമ്മുടെ മെൻഡലീവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എഴുതാം അറ്റോമിക മാസാണ് അല്ലേ, മാസാണ്. ഇനി വേർ ഡിഡ് മെൻഡലീവ് പ്ലേസ് എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ്? ഒരേ സമാന ഗുണങ്ങളുള്ളവരെ നമ്മുടെ മെൻഡലീവ് എവിടെയാണ് കൊണ്ടുവച്ചത്? ഇങ്ങനെ നേരെ നേരെ ഇരിക്കുന്ന കുറച്ച് കോളംസ് കൊണ്ടുവച്ചു അല്ലേ. ആ നേരെ ഇരിക്കുന്ന കോളംസിനെ അദ്ദേഹം എന്താ വിളിച്ചത്? യെസ്, ഗ്രൂപ്പുകൾ എന്ന് വിളിച്ചു. അപ്പോൾ ഒരേ പ്രോപ്പർട്ടി ഉള്ളവരെ, സമാന സ്വഭാവം ഉള്ളവരെ ഒക്കെ അദ്ദേഹം ചെയ്തത് എന്താ ചെയ്തത്? ഗ്രൂപ്പുകളിലാക്കി വെച്ചു. ഇനി ലാസ്റ്റ്ലി ഒരു മെറിറ്റും ഡീമെറിറ്റും പറയുക അല്ലെ, ഒരു മേന്മയും പോരായ്മയും എഴുതുക. അതെന്തായാലും പഠിച്ചിട്ട് വേണം എൻ്റെ കുട്ടികൾ എക്സാമിന് പോരാനായിട്ട്. അപ്പം മെറിറ്റ്സ് പറയുമ്പോൾ എന്ത് പറയാം? നമുക്കറിയാം അല്ലേ, സിമിലർ പ്രോപ്പർട്ടി ഉള്ളവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചിലർ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസുകൾ ഇനിയും കണ്ടുപിടിക്കാനുള്ള മൂലകങ്ങൾ എലമെന്റ്സിന് വേണ്ടിയിട്ട് സ്ഥലം ഒഴിച്ചു വിട്ടു, വേക്കൻറ്റ് സ്പേസുകൾ അദ്ദേഹം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അതേപോലെ ചിലരുടെ തെറ്റായിട്ടുള്ള അറ്റോമിക് മാസിനെ അദ്ദേഹം കറക്റ്റ് ചെയ്തു, നമ്മുടെ ബെർലിയത്തിനെ. പിന്നെ ഇനി പോരായ്മകൾ ഡീമെറിറ്റ്സിലേക്ക് വരുമ്പോൾ സിമിലർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? പ്രോപ്പർട്ടികൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസമുള്ളവരൊക്കെ ഒരുപോലെ കൊണ്ടുവച്ചു അല്ലേ. സോഫ്റ്റ് മെറ്റലായിട്ടുള്ള സോഡിയത്തിനെയൊക്കെ എടുത്തിട്ട് ഹാർഡ് മെറ്റൽസിനൊപ്പം കൊണ്ടുവച്ചു അല്ലേ. പിന്നെ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ, ആ ഒരു ഓർഡർ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടികൾ ഒരു 2 മെറിറ്റും 2 ഡീമെറിറ്റും എങ്കിലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അതാരും മറക്കരുത്. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇസ് 15 അല്ലേ. ഒരാളുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. മാസ് നമ്പർ എത്രയാ? 31 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരയ്ക്കണം. ഇതും 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? നമുക്കറിയാം ഒരാളുടെ അറ്റോമിക് നമ്പർ ഉണ്ടെങ്കിൽ അല്ലേ, അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്ന ആള് 15 ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 31 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് അവിടെയുള്ള
പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടി, അതുവഴി അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടി. ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം അല്ലേ. അപ്പോൾ ആറ്റത്തിനുള്ളിൽ നമ്മുടെ K, L, M, N എന്നിങ്ങനെ ഷെല്ലുകൾ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഷെല്ലാണ് K ഷെൽ, രണ്ടാമത്തെ ഷെല്ലാണ് L ഷെൽ, മൂന്നാമത്തെ ഷെല്ലാണ് M ഷെൽ, നാലാമത്തെ ഷെല്ലാണ് N ഷെൽ. ഇനി ഒന്നാമത്തെ ഷെല്ലിൽ നമ്മുടെ കയ്യിൽ 15 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ഈ 15 ഇലക്ട്രോണിനെ നമുക്ക് ഒന്നാമത്തെ ഷെല്ലിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ആകെ 2 ഇലക്ട്രോണിനെ മാത്രമേ നമുക്ക് ഒന്നാമത്തെ ഷെല്ലിൽ ഇരുത്താൻ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ അവിടെ 2 ഇലക്ട്രോൺസ് ഇരുന്നു. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യും? അടുത്ത ഷെല്ലിലേക്ക് പോകും. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് കയറുക? നമുക്കറിയാം രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരെ ഇരിക്കും. അപ്പോൾ ആകെയുള്ള 10 ഇലക്ട്രോൺസ് കഴിഞ്ഞു. ഇനി മിച്ചം നമ്മുടെ കയ്യിൽ 5 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 5 ഇലക്ട്രോൺ നമ്മുടെ മൂന്നാമത്തെ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ 2, 8, 5 ആണ് ഇയാളുടെ ഇലക്ട്രോൺ വിന്യാസം. ഇനി മക്കളെ നമുക്ക് ബോർ മോഡൽ വരയ്ക്കണം. അപ്പോൾ ബോർ മോഡൽ വരയ്ക്കാൻ നമുക്ക് ആരെയൊക്കെ വേണം? നമുക്ക് അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം കണ്ടുപിടിക്കണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇവിടുത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം വേണം, ന്യൂട്രോണിൻ്റെ എണ്ണം വേണം. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് ന്യൂക്ലിയസിനുള്ളിൽ എഴുതാൻ പറ്റൂ. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാ? ഇവിടെ അറ്റോമിക് നമ്പർ 15 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ എങ്കിൽ ഇവിടെ എത്ര പ്രോട്ടോണുകളുണ്ട്? 15 പ്രോട്ടോൺ ഉണ്ട്. ഇനി മാസ് നമ്പർ 31 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? A-Z ചെയ്താൽ മതി. അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 15 ആണ്. പിന്നെ ന്യൂട്രോണിൻ്റെ എണ്ണം 16 ആണ് എന്ന് കിട്ടി. ഇലക്ട്രോൺ വിന്യാസം 2, 8, 5 കിട്ടിയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് വരച്ചൂടെ? അപ്പം എൻ്റെ കുട്ടികൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കോമ്പസും പെൻസിലൊക്കെ വെച്ച് വരയ്ക്കണം കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ആട്ടത്തിൻ്റെ ന്യൂക്ലിയസ് വരയ്ക്കാം. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, അയ്യോ നമ്മുടെ ഷെല്ല് കുറച്ച് വൃത്തികേടായി പോയല്ലേ. യെസ്, രണ്ടാമത്തെ ഷെഡാ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഷെല്ല്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഷെല്ല്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം? ഇപ്പോൾ എനിക്ക് ചെറിയ വളവൊക്കെ ഉണ്ട് എൻ്റെ ആട്ടത്തിന്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കണേ. ഇനി എന്ത് ചെയ്യണം? ന്യൂക്ലിയസിനുള്ളിലുള്ള ആൾക്കാരെ എഴുതണം. ന്യൂക്ലിയസിനുള്ളിൽ 15 പ്രോട്ടോൺ ഉണ്ട്, 16 ന്യൂട്രോൺ ഉണ്ട്. ഇത് ഞാൻ എഴുതി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ എഴുതി കൊടുക്കാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിനെ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ്. അതിനെ ഞാൻ വരയ്ക്കാവേ. 1, 2, 3, 4, 5. അങ്ങനെ നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അടിപൊളിയായിട്ട് ബോർ മോഡൽ വരച്ചു കഴിഞ്ഞു. അപ്പോൾ അയാളുടെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് താഴെ എഴുതി കൊടുക്കാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, കുറച്ച് ആൾക്കാരുടെ സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐസോടോപ്പുകളെ കണ്ടെത്തണം. അപ്പോൾ മക്കളെ, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ ഐസോടോപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പർ അല്ലേ. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കണം, പക്ഷെ അവരുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. അപ്പോൾ ഇവിടെ ഒരേ അറ്റോമിക് നമ്പറുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കാണാം 2 പേരുണ്ട്. അറ്റോമിക് നമ്പർ നമ്മൾ എപ്പോഴും എവിടെ എഴുതാം? താഴെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ 18, ഈ കാർബണിൻ്റെ 6, കാൽഷ്യത്തിൻ്റെ 20. ഇവിടെ അടുത്ത കാർബൺ ഉണ്ട്, അവൻ്റെയും അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ ഇവിടെ സെയിം അറ്റോമിക് നമ്പറുള്ള 2 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാ? C614ഉം C6
12 അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും ഐസോടോപ്പാ. എന്തുകൊണ്ടാണ് ഐസോടോപ്പ് ആയത്? കാരണം ഇവരുടെ രണ്ടുപേരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഐസോടോപ്സ് എന്ന് വിളിക്കുക. ഇനി വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്? അറ്റോമിക് റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാ? വേഗം പറയാം, ഈസി ആയിട്ട് പറയാം അല്ലെ. ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയത്തെയാണ് നമ്മൾ അറ്റോമിക് റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി ഓരോ ഐസോടോപ്പിന്റെ കുറച്ച് യൂസുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. പ്ലാന്റുകളെ ന്യൂട്രിയന്റ് എക്സ്റ്റെന്റ്, പദാർത്ഥ വിനിമയത്തിന് നമ്മൾ ഫോസ്ഫറസിനൊക്കെ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഐസോടോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ പറ്റൂല്ലേ? ഞാൻ നോക്കട്ടെ, എന്താ ചോദ്യം? വിച്ച് ഐസോടോപ്പ് ഈസ് യൂസ് ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്? ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഇതിന്റെ ആൻസർ വേഗം തന്നെ എൻ്റെ കുട്ടികളെ ഈ പറയുന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ സമയം വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇനിയും ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് നിങ്ങൾ എക്സാം ആവുന്നതനുസരിച്ച് എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ ചോദ്യത്തിൻ്റെ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്